ഹായ്, ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ അറൗണ്ട് 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ ഈ ഒരു സപ്പോർട്ടിന്. ഓക്കെ, പിന്നെ നമ്മളിന്ന് സ്പെഷ്യൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സീ ബ്രീം പൊള്ളിച്ചത്. ഓക്കെ, സീ ബ്രീം പൊള്ളിച്ചത് ഒരു എൻ്റേതായ ഒരു രീതിയിലുള്ള ഒരു മസാലയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വേറെ എന്താ പറയുക, എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്ക്. ഓക്കെ, നമുക്ക് സീ ബ്രീം ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കുക, അതേപോലെ തന്നെ ഇഞ്ചി, കുറച്ച് പച്ചമുളക്, ഞാൻ കുറച്ച് ഹോൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്, കുരുമുളക്, ജീരം, ഏലക്കായ, കറുകപ്പട്ട. ഓക്കെ, ഇതെന്താക്കി ഞാൻ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് എന്താക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, അതേപോലെ തന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഓക്കെ, നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് എന്താക്കുക, ഒരു ചെറുനാരങ്ങ 2 പീസാക്കിയിട്ട് അതിൻ്റെ നീരും കൂടിയിട്ട് നമുക്ക് എന്താക്കുക ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ 2 സീ ബ്രീം എടുത്തിട്ടുണ്ട്. അറൗണ്ട് ഒരു 600 ഗ്രാമോളം അതിൻ്റെ വെയിറ്റ് വരും കേട്ടോ. ഓക്കെ, കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് എന്താക്കാം, ഇതേപോലെ നമുക്ക് മീനിന് വര ഇട്ട് കൊടുക്കാം കേട്ടോ. 2 മീനും അതേപോലെ തന്നെ നമുക്ക് എന്താക്കാം ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല എന്താക്കാം നമുക്കിതിൽ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഈ മീനെ ഞാൻ എന്താക്കിയിട്ടുണ്ട്, നടുവിന്ന് ഇങ്ങനെ എന്താ പറയുക, നമുക്കിവിടെ ഷോപ്പിലൊക്കെ പറഞ്ഞാൽ കിട്ടും, കിതാബ് പോലെ ആക്കി തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഏകദേശം മസാലക്കുള്ളിൽ നല്ല രീതിയിൽ സ്റ്റഫ് ചെയ്തിങ്ങനെ നിൽക്കും കേട്ടോ. ഒരു 15 മിനിറ്റ് എന്താക്കുക മസാല ഇട്ടിട്ട് നമുക്കിങ്ങനെ മാറ്റി വെക്കാം കേട്ടോ. നമുക്കിത് എന്താക്കുക, മീനിങ്ങനെ പൊള്ളിച്ചെടുക്കുക. ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ അധികം ഓയിലൊന്നും ചേർക്കുന്നില്ല, 1 സ്പൂണ് മാത്രമേ എന്താക്കുന്നുള്ളൂ ഞാനിതിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് എന്തൊക്കെ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് ചോറും അതേപോലെ തന്നെ കുറച്ച് സലാഡാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയട്ടോ.